എൻ്റെ പേര് ഷീന. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കമ്പലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 2 മക്കൾ. എനിക്ക് അമ്മ മാതാവും തിരുകുമാരനും തന്ന വലിയ ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് 10 വർഷം, എനിക്ക് ആദ്യത്തെ മോനുണ്ടായിട്ട് 10 വർഷം കഴിഞ്ഞിട്ടും ഇനി ഒരു കുഞ്ഞില്ലായിരുന്നു. എനിക്ക് 2 പ്രാവശ്യം ഞാൻ കൺസീവ് ആയിട്ടുണ്ടെങ്കിലും അബോർഷനായി പോവുകയാണ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം അബോർഷനായി പോയപ്പം ഡോക്ടർ എനിക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് AMH നോക്കിയപ്പം, അതായത് എഗ്ഗിൻ്റെ ക്വാളിറ്റി നോക്കിയപ്പം 0.9 ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ എനിക്ക് IVF ആയിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ സൗദി നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് IVFന് അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും അതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഒരുപാട് വിഷമത്തോടെ സൗദിക്ക് തിരിച്ചു പോയി. അവിടെ ചെന്ന് അവിടെയുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് കൃപാസനത്തെക്കുറിച്ചും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നത്. അവൾ പറഞ്ഞു, നമുക്ക് എത്ര അസാധ്യമായ കാര്യവും അവിടെ ചെന്ന് അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞാൽ അതൊക്കെ സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പം നമുക്ക് ആദ്യം തന്നെ കൃപാസനത്തിൽ പോകണം, നമുക്ക് അമ്മ മാതാവ് കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 2-ാം തീയതി, ഞാൻ ജൂലൈ ലാസ്റ്റാണ് ഇവിടെ നാട്ടിലെത്തിയത്. ഓഗസ്റ്റ് 2-ാം തീയതി ഞാൻ ഹസ്ബൻഡിനെയും എൻ്റെ മൂത്ത മോനെയും കൂട്ടി ഞാനിവിടെ വന്നു. ഉടമ്പടി എടുത്ത് ഇവിടെ ക്ലാസ്സിന് കയറിയപ്പോൾ അവിടുന്ന് എനിക്ക് അമ്മേൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തായിരുന്നു. നല്ല മുല്ലപ്പൂവിൻ്റെ മണം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ, പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ മോന് വലിയ ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും അനിയനും അനിയത്തിയും ഒക്കെ ഉള്ളപ്പം, കളിക്കാനൊക്കെ ആളുള്ളപ്പം അവന് മാത്രം ആരുമില്ലാന്ന് അവന് എപ്പോഴും ഞങ്ങളുടെ അടുത്ത് പരാതി പറയുമായിരുന്നു. അതൊക്കെ ആയപ്പം ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി സങ്കടത്തോടെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് തിരിച്ചു പോയി. അവിടെ വീട്ടിൽ ചെന്നിട്ട് എപ്പോഴും ഉടമ്പടി പറഞ്ഞിരിക്കുന്ന പോലെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉടമ്പടി ജീവിതത്തിൽ പോവുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. എനിക്കെന്തോ ഉറക്കം വരുന്ന പോലൊക്കെ തോന്നി. ഞാനങ്ങനെ ബെഡിൽ കയറി കിടന്നു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ എനിക്ക് കറണ്ട് അടിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ഞാൻ പിന്നെ കണ്ണ് തുറന്നപ്പോഴും എനിക്കൊരു 1-2 മിനിറ്റ് അതേ ഫീൽ തന്നെയാണ് തോന്നി. എനിക്ക് ശരീരം ഫുള്ള് വൈബ്രേറ്റ് ആവുന്ന പോലെ. പിന്നെ അതങ്ങ് പോയി. പക്ഷേ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് വന്നതാണ്, അമ്മ മാതാവിൻ്റെ പ്രസൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. പിന്നെ എനിക്ക് അമ്മ മാതാവ് 8 എന്നുള്ള ഒരക്കം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിച്ചായിരുന്നു. അങ്ങനെ ഓഗസ്റ്റിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 2-ാം തീയതി സെപ്റ്റംബർ 8 എന്നുള്ള ആ അക്കം അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 8-ന് ഞങ്ങൾ ഹിന്ദു ഫാമിലിയാണ്. അന്ന് രാവിലെ എനിക്ക് ഈശോയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ മാതാവിനെ അങ്ങനെ ഞാൻ കൂടുതലും ഈശോയോടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ പറയുക. എന്ത് കാര്യത്തിനും ഞാൻ ഈശോയോട് പറഞ്ഞിട്ടേ ഒക്കെ ചെയ്യാറുള്ളൂ. അങ്ങനെയായിരുന്നു. അന്ന് ഞാൻ രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് എന്നിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പോസിറ്റീവായിരുന്നു. പിന്നെ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനങ്ങനെ മാതാവിലൂടെ ഈശോയെ സ്നേഹിക്കാൻ പഠിച്ചു. അതുവരെ ഞാൻ ഈശോയായിരുന്നു കൂടുതൽ സ്നേഹിച്ചിരുന്നത്, കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ മാതാവിലൂടെ ഈശോയോട് പ്രാർത്ഥിക്കാൻ പഠിച്ചു. പിന്നെ അങ്ങനെ ഞാൻ തിരിച്ച് ആ മാസം ലാസ്റ്റ് തന്നെ ഞാൻ തിരിച്ച് സൗദിക്ക് പോയി. അവിടെ ചെന്നിട്ട് എനിക്ക് ആദ്യത്തെ മോനുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എനിക്ക് വോമിറ്റിങ്ങും നല്ല ക്ഷീണവും, അങ്ങനെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കത് കാരണം റിസൈൻ കൊടുക്കേണ്ടി വന്നായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതും എൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. അത്രമേൽ എനിക്ക് കടബാധ്യതകളുണ്ട്. അപ്പം ഞാൻ ഈ പ്രാവശ്യം എനിക്ക് അതുപോലൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ റിസൈൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ അങ്ങനെ
എനിക്ക് സഹിക്കാവുന്ന രീതിയിൽ എനിക്ക് തരാവുകയും എൻ്റെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വോമിറ്റിങ് കാര്യങ്ങളും മറ്റ് ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊക്കെ സഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മാതാവിനോട് പറയുമ്പം എനിക്ക് വേഗം അതൊക്കെ മാറ്റി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ ഏപ്രിൽ 30 പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അവൾക്ക് ഞാൻ കൃപ മരിയ എന്ന് പേരിട്ടു. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുകുമാരനും എത്ര നന്ദി പറഞ്ഞാലും, കൊടാനുകോടി നന്ദി, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ജീവിതകാലം അവസാനം വരെ എനിക്ക് അമ്മ മാതാവുമായിട്ട് ഈ ഉടമ്പടി ജീവിതത്തിൽ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ പറയുന്നൊന്നും എനിക്കൊന്നും സഹായിച്ചു തരണമെന്നൊന്നും ഇല്ല. പക്ഷേ ഈശോയും അമ്മയും അമ്മ മാതാവും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരിത്, അതിനപ്പുറം നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അഥവാ ഈ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് അത്രമേൽ അമ്മ മാതാവ് ഈശോയും ആ കൂടെയുള്ള ആ ഫീല്, അത് വേറെ ഒരിത് തന്നെയാണ്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് കിട്ടിയ പത്രം ഞങ്ങളുടെ വീടിനടുത്തും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഞാനിത് കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ആര് ഇച്ചിരി നേരം വന്നിരുന്നാലും ഞാൻ അവരോടൊക്കെ ഈശോയെയും മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാ മാസവും എൻ്റെ മാസ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും ഞാൻ അവർക്കൊക്കെ എന്നെ കഴിയാവുന്നതുപോലെ ഞാൻ എല്ലാവരെയും സഹായിച്ചിരുന്നു. പിന്നെ എനിക്ക് പ്രഗ്നൻസീൻ്റെ സമയത്ത് വേറൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് പ്രീടേൺ ഡെലിവറി, കുഞ്ഞിന് ഗ്രോത്ത് റിട്ടാർഡേഷൻ, കുഞ്ഞിന് വളർച്ചക്കുറവും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത, ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എൻ്റെ യൂട്രസിൽ ഏറ്റവും സേഫായി എടുത്ത് കുഞ്ഞിനെ വെക്കണേ. ആ കുഞ്ഞിന് എനിക്ക് 38 ഇയേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഏജും എൻ്റെ ഫൈബ്രോയിഡ്സിൻ്റെ ഇതും മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ആ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാതെ ഏറ്റവും ഒരു കുറവും കൂടാതെ പൂർണ്ണ ആരോഗ്യത്തോടെ തരണേന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാതാവ് പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് തിരുകുമാരനും കോടാനുകോടി നന്ദി. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ. സിയോൻ വാസികളെ തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രയേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷീന കാസർഗോഡ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഷീനയുടെ വാക്കുകളിൽ തന്നെ നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കൊണ്ട് സാധിക്കും. പരിശുദ്ധ അമ്മയിലുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഷീനയെ ഇയാൾ താരക്ക് മുമ്പിൽ സാക്ഷിയായിട്ട് നിർത്തുക. തൻ്റെ കൂട്ടുകാരിലൂടെ ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും ആദ്യത്തെ ഒരു കുഞ്ഞിന് ശേഷം രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് 10 വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വന്നു. അതിനിടയിൽ 2 തവണ കൺസീവായെങ്കിലും അത് അബോർഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. തുടർന്ന് തന്നെയാണെങ്കിലും ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള പരിശുദ്ധം ഒരു വലിയ അനുഗ്രഹമായിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് ഇവിടെ വരികയും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ ഇവർക്ക് ഒരു നല്ല പെൺകുഞ്ഞിന് കൃപാമരിയ എന്ന പേര് നൽകുകയും കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കാരണം കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെയാണെങ്കിലും പലതരത്തിലുള്ള കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാകാമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും പൂർണ്ണമായ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകിയാണ് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തത്. കാരണം തൻ്റെ ജീവിത മാതൃകയായ ജോലി കൂടി നഷ്ടപ്പെടുന്നുള്ളൊരു അങ്കലാപ്പ് കൂടെ ഷീനയ്ക്കുണ്ടായിരുന്നല്ല. പരിശുദ്ധമ്മ അതിലൊന്നും പ്രശ്നങ്ങളും വരാതെ കണ്ട് തന്നെ ഇവർക്ക് അനുഗ്രഹമായിട്ട് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ
പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇവരെ ഇനിയും പരിശുദ്ധം ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.